പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ശുശ്രൂഷകളാണ് ചില മിനിറ്റുകൾ കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ടത്. ആകയാൽ സഭയെ എല്ലാ ഗ്രൂപ്പുകളെയും അതേ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സഭാ സെക്രട്ടറി ആയിരിക്കുന്ന പി തോമസ്, അതേ സൺഡേ സ്കൂളുണ്ട്, PVP ഉണ്ട്, കന്നഡ ഇംഗ്ലീഷ് സർവീസുകൾ, സോദരി സമാജം, അങ്ങനെ എല്ലാ നമ്മുടെ പത്രികാ സംഘടനകളെയും കമ്മിറ്റിക്കാരെയും എല്ലാം വില്ലേജ് മിനിസ്റ്ററുകളെല്ലാം വഹിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ ചില കാര്യങ്ങൾ അനുസ്മരിക്കും. പ്രിയങ്കലിനെ അതിനായി മുൻപോട്ട് ക്ഷണിക്കും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സായന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിവിടെ കടന്നു വരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും ചുരുക്കം ചിലർക്ക് സാധിച്ചുള്ളൂ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൻ്റെ കാലമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സഭയായി മൊത്തം കടന്നു വരേണ്ടതാണ്. പ്രിയാങ്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിപ്പാസിൻ്റെ സമയത്താണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സഭയിൽ കടന്നു വന്നത്. അന്ന് മുതൽ പ്രിയ അങ്കിളിനോടും ഭവനത്തോടുമുള്ള ആ സ്നേഹബന്ധം നിലനിർത്തുവാൻ സഭയ്ക്കും നമുക്കെല്ലാവർക്കും സാധിച്ചു. ഈ 82 വർഷക്കാലം താൻ ഭൂമിയിൽ ജീവിച്ചു. അതേ ദൈവദാസൻ പറഞ്ഞ പോലെ ഏറിയാൽ 80 വർഷം, ഒരു 2 വർഷം ബോണസായിട്ട് കൊടുത്തു നമ്മൾ വിചാരിക്കാം. ഈ കാലഘട്ടത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെയും തന്നെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രിയ ദൈവദാസന് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. അതെ, 116 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അങ്ങനെയെങ്കിൽ ഭക്തനായി ജീവിച്ച് ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ദൈവസന്നിധിയിൽ അത് വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം നമ്മൾ ഒരിക്കൽ ഭൂമിയിൽ ജനിച്ചുവെങ്കിൽ മരണം നിശ്ചയമായും എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദേവദാസൻ ഓർപ്പിച്ചത് പറഞ്ഞ പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പലർക്കും ഓരോ സെമിത്തേരി പോലും കിട്ടാൻ അവസരം കിട്ടാതെ മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് ഈ ബാംഗ്ലൂരിൽ ഇല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ ദാസന് ഒരു ശുശ്രൂഷ നടത്തുവാൻ തക്കണം ദൈവം ഒരു സാവകാശം ഒരുക്കി തന്ന ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭയുടെ പേരിലും PIPA, സൺഡേ സ്കൂൾ, സോദരി സമാജം, വില്ലേജ് മിനിസ്ട്രി, എല്ലാവരുടെയും ഇംഗ്ലീഷ് സർവീസ് എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം ഇപ്പോൾ അറിയിക്കുന്നു. ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവം പ്രിയ മക്കളെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. വരും ദിവസങ്ങൾ പ്രിയ പൈതങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ വലിയ സമാധാനം അവർക്ക് ലഭിപ്പാൻ നമുക്ക് വീണ്ടും സഭയായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും കാഴ്ചക്കായി ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരമിക്കുന്നു. വലിയ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. വളരെ നന്ദിയുണ്ട് പ്രിയങ്കിൾ. തുടർന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കൽ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗം തന്നെയാണ് പ്രിയ ജോയി അങ്കിൾ. പ്രിയ അങ്കിൾ ഈ കുടുംബവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ആത്മീക ബന്ധം മാത്രമല്ല, രക്തബന്ധവുമുണ്ട്. ആകിയാൽ മണിക്കൂറുകൾ പറയുവാനുണ്ടെങ്കിലും ചുരുങ്ങിയ മിനിറ്റുകൾ പ്രിയ അങ്കിൾ ഉപയോഗിക്കുന്നതായിരിക്കും. I praise and thank God for this wonderful evening time God has given us. As Pastor said, this is why Kochepan, we all call him David Kochepan. I know him from my very childhood age. The association with his family stands very long. We used to have our worship from in the beginning at K.R. Paul's church in Cantonment area. There were very few believers in Bangalore city at that time in 60s. And he is a part of it, and he also was
associated with the Indian Pentecostal Church of God in the early days in Karnataka state. His dear wife Saram Chechi left 2 years back, and he also was little bit depressed, but still hoping in God. God strengthened him thus far. Last few weeks, he was bedridden, but still he had a great hope in Christ because he is being a child of God. Every person dies in this world, but the time nobody knows. But at the same time, when the child of God dies in this world, he has got great hope. This is the difference between a worldly man and a godly man. Those who are died in Christ are blessed, because we are just saying that we will meet him again on the other shore. Dear children, there is a legacy what your parents have left to you. Brother Paulson, Brother Sakriya, Kesia, Daisy, your younger ones, you all have got a legacy what your parents have left for you. As a brother in Christ, I like to say that you would follow the legacy, be united together and love each other and take care of each other. On behalf of the Indian Pentecostal Church of God, Karnataka State, Pastor K.S. Joseph, President, Pastor Jose Matthew, Vice President, Dr. Varghese Philip, Secretary, Brother Pio Samuel, Treasurer, all the center pastors and all the area pastors, all the local pastors and the council members of the Karnataka State, we extend our love and prayers. May the Lord Jesus Christ give you peace that passeth all understanding. May the service of today be a blessed. Those who are viewing, please pray for this family. May God bless each one of us. Thank you. ഓക്കെ, താങ്ക് യു അങ്കിൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പ്രത്യാശയുടെ ഒരു പാട്ടിൻ്റെ 1-2 വരികൾ കൂടെ പാടി ദൈവത്തെ സ്തുതിക്കും. ലോകെ ഞാനൻ നോട്ടം തികച്ചു, സ്വർഗേ വിരുദിനായി. ലോകെ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. അതോടൊപ്പം തന്നെ ഈ വാർത്ത രാവിലെ അറിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ച പാസ്റ്റർ ജോൺ ദാനിയലിൻ്റെ മകൻ സ്റ്റാൻലി ഫോണിൽ വിളിച്ചിരുന്നു. കുടുംബത്തോട് ആ പ്രിയ ദേവദാസൻ സ്റ്റാൻലിയുടെ തൻ്റെ ചെറുപ്രായം മുതലേ കുടുംബമായിട്ട് അറിയാം. തന്നോട് വളരെ കാര്യങ്ങൾ പറഞ്ഞു. 3 വയസ്സുള്ളപ്പോൾ മുതലേ തനിക്ക് ഓർമ്മയുള്ള കാലം മുതലുള്ളത്. ആകയാൽ ആ പ്രിയ ദേവദാസൻ്റെ അതോടൊപ്പം തന്നെ അവരുടെ മമ്മി അവരുടെ സഹോദരങ്ങളുടെ എല്ലാം അനുശോചനവും പ്രത്യാശയും ഇത്തരണത്തിൽ ഓർമ്മയും അതുപോലെ എൽസദായങ്ങളും വിളിച്ചിരുന്നു. ആ പ്രിയങ്ങളും കടന്നു പോകുന്ന ദുഃഖത്തിൻ്റെ സമയമാണല്ലോ. ആകയാൽ പ്രിയങ്ങളുടെയും അതോടൊപ്പം തന്നെ ദൈവസഭയിലെ അനേകർ വിളിച്ച് അവരുടെ എല്ലാം അനുശോചനവും പ്രത്യാശയും അറിയിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പറയുവാൻ ഞാനിവിടെ സമയമെടുക്കുന്നില്ല. ആകയാൽ അവരുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യാശയും അനുശോചനവും ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ മടിവാളയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസി ഈ കുടുംബവുമായി ചില ആത്മീയ ബന്ധങ്ങളുണ്ടല്ലോ, ചില മിനിറ്റുകൾ
ആകിയാൽ ദൈവജനത്തിൽ നിന്നും അനുശോചനം പ്രത്യാശയുടെ വാക്കുകളും കർത്താവിൻ്റെ ദാസൻ അറിയിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശുശ്രൂഷയിൽ സംബന്ധിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ ദൈവമക്കൾക്കും പ്രിയ പിതാവിൻ്റെ മക്കൾക്കും ബന്ധുജനങ്ങൾക്കും പ്രിയ കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ എനിക്കുള്ള ദുഃഖത്തെ ഞാൻ ആദ്യമേ അറിയിക്കും. ഏകദേശം 6 മാസത്തെ പരിചയമേ എനിക്ക് പ്രിയ പിതാവുമായിട്ടുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ പ്രത്യാശ നൽകുന്ന ഓർമ്മകൾ ബാക്കി വെച്ച് അദ്ദേഹം നമ്മളെല്ലാം വിട്ട് വിരിഞ്ഞുപോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഉറപ്പിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹല്ലേലൂയ നല്ല ഗോതമ്പ് മണികളാണ്. സ്തോത്രം. നല്ല വിത്ത് വിതച്ചാൽ മാത്രമേ നല്ല ചെടി ഉണ്ടാവുകയുള്ളൂ, നല്ല ഫലമുണ്ടാവുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, സ്തോത്രം, ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിലെന്ന്. ആമേൻ. ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ നീതിസൂര്യനായ യേശു ഉദിക്കുമ്പോൾ, സ്തോത്രം, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രഭാതത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും വിത്തുകൾ വിതച്ചിട്ടുണ്ടെങ്കിൽ അത് മുളച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രഭാതരശ്മികൾ അതിന്മേൽ വീശുമ്പോൾ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. ആമേൻ. അതുപോലെ ഹല്ലേലൂയ, കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ, സ്തോത്രം, നാമും ഹല്ലേലൂയ ആ കർത്താവിനോട് തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു സമയം വരും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന പല കാര്യങ്ങളും പ്രിയ പിതാവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ മാസം പ്രിയ ഭവനത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രത്യാശ നൽകുന്നതായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞങ്ങൾ ഭവനം സന്ദർശിച്ചപ്പോൾ ഡിസംബർ മാസം, അത് ഞങ്ങൾ മാസ്ക് വെച്ചുകൊണ്ട് അകത്ത് കയറിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പേടിയില്ല, എന്നാലും ഒരു മര്യാദയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മാസ്ക് മാറ്റുവാൻ ആ പിതാവ് എൻ്റെ ആ പ്രത്യാശ, ധൈര്യം ഞങ്ങൾക്ക് പ്രേരണ നൽകി. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുന്നില്ല. ചാരിറ്റി നെവർ ഫെയിലത്ത്. നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്നതൊക്കെ ഒരു നാൾ ഫലം കായ്ക്കുന്നത് കാണുവാൻ സാധിക്കും. ആമേൻ. നമ്മൾ ഇവിടെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം ലാസ്റ്റ് വേർഡ്, 58-ാമത്തെ വേർഡ്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം ഹല്ലേലൂയ, നമ്മളെ സ്നേഹത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും നിർത്തിക്കളയരുത്. വലിയ കൊയ്ത്തിന് അതൊക്കെ കാരണമാകുന്ന ഓരോ വിതകളാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ എൻ്റെയും കുടുംബത്തിൻ്റെയും സഹോദരം അനുശോചനവും ഞങ്ങളുടെ മടിവാള സഭയുടെയും വെമ്മനോളി സഭയുടെയും പേരിൽ അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എനിക്ക് നൽകിയ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. തുടർന്ന് ചില വാക്കുകളെ ഓർപ്പിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുഴിമാടത്തിലേക്ക് ഡെഡ് ബോഡി എടുക്കുന്ന സമയമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയതായ 1-ാമത്തെ ലേഖനം
പിന്നെ 4-ാമത്തെ അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇത്തരണത്തിൽ ഞാൻ തന്നെ വായിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ഇത്തരത്തിൽ ഓർപ്പിക്കട്ടെ. പിതാവിൻ്റെ അനേക വർഷത്തെ ഓർമ്മകൾ എല്ലാവരിലുമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയും അറിവും ബുദ്ധിയും ജ്ഞാനവും ദൈവം നൽകിയിട്ടുണ്ട്. പഠിച്ചതായ സംസ്കാരവും വളർന്നതായ അറിവിൽ നിന്നും അപ്പുറത്ത് ദൈവവചനത്തിലുള്ള ഉറപ്പും ധൈര്യവും നിങ്ങൾക്കുണ്ട്. സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ മുമ്പോട്ടുള്ള കാലങ്ങളിൽ നിങ്ങൾ തമ്മിൽ ദൈവവചനം പറഞ്ഞ് ആശ്വാസം പ്രാപിക്കണം. ഒരുപക്ഷേ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ പൊട്ടിക്കരയുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ ഓർമ്മകളൊക്കെ കാണും. പക്ഷേ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. പ്രിയപിതാവ് പറഞ്ഞു തന്ന വചനങ്ങൾ, പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനാ രീതികൾ, അവ പെന്തക്കോസ്തിന്റെ പ്രത്യാശയുടെ പാട്ടുകൾ, അതൊക്കെ കേട്ടല്ലേ നിങ്ങൾ വളർന്നത്. അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് എന്തായി മാറണം? ഒരാശ്വാസമായി മാറണം. സ്തോത്രം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. പ്രിയപിതാവിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് പ്രിയപിതാവ് വിശ്രമിപ്പാനായി കടന്നുപോയി. നമ്മൾ വായിച്ച വാക്യം, കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ മേഘങ്ങളിൽ ഇറങ്ങി വരും. അന്ന് പ്രിയപിതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമായിരിക്കും. പ്രിയമാതാവ്, അങ്ങനെ നിങ്ങൾക്ക് മാതൃകയായി നിന്ന പ്രിയപ്പെട്ടവരെയെല്ലാം നിങ്ങൾ സ്മരിച്ചുകൊണ്ട് ആ നിലവാരത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വേദന വരും, ദുഃഖം വരും, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർക്കുവാൻ കാണും. അതൊന്നും നിങ്ങളെ തളർത്തുന്നതാകരുത്. മറിച്ച് പ്രത്യാശയോടെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തുറന്നടക്കുന്ന അതേ കുഴിമാടത്തിലെ ശുശ്രൂഷകളെ കർത്താവ് നിയന്ത്രിപ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ നമ്മുടെ ചർച്ചിൻ്റെ ഇംഗ്ലീഷ് പാസ്റ്ററായിരിക്കുന്ന ഗ്രേസൻ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കം വാക്കുകളിൽ ഈ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സ്വർഗസ്ഥനായ നല്ല പിതാവേ, കർത്താവെ, ഈ നിമിഷത്തിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ കർത്താവെ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് ആശ്വാസവും ബലവും ശക്തിയും പകരുന്ന നല്ല പിതാവേ, കർത്താവ്, കുടുംബത്തിന് അങ്ങയുടെ സമാധാനവും ആശ്വാസവും കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പച്ചൻ കാണിച്ച മാതൃക വിശ്വാസത്തിൽ നിന്ന പോലെ തന്നെ മുമ്പോട്ട് ചുവടുകൾ വയ്ക്കുവാൻ അവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കൊടുത്ത പർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് അപ്പച്ചൻ ഞങ്ങളോട് വിട പറഞ്ഞു. കർത്താവെ, ഈ ദുഃഖത്തിലായിരിക്കുന്നവരെല്ലാവരെയും ബലപ്പെടുത്തണമേ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ ഇതുവരെ കർത്താവ് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഇനിയും കർത്താവെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കർത്താവെ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ. ബന്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം ബന്ധപ്പെട്ടോടിടുന്നു ആകെയല്ല നേരം മാത്രം
എന്റെ യാത്ര തീരുവാനാകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാനേശുവേ നീരക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നീരക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. പ്രിയ പിതാവിന്റെ ഈ ശരീരം മണ്ണിനേൽപ്പിക്കുന്ന ശുശ്രൂഷ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർപ്പിൻ പൊൻപുലരിയിൽ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതിനും ദൈവത്തിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവനാമത്തിൽ ഈ മൃതശരീരം ഈ കല്ലറി ഞങ്ങൾ സംസ്കരിച്ചു കൊള്ളുന്നു. തുടർന്ന് നീയോ പ്രിയ പിതാവേ പോയിക്കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരിക എന്ന് മനുഷ്യ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് ചേരുമെന്ന വചനത്തിന്റെ നിവൃത്തിക്കായി പൊടിയിൽ നിന്നെടുത്ത ഈ ശരീരത്തെ പൊടിയിലേക്കും ഊഴിയിലേക്കും ഏൽപ്പിക്കുന്നു. അല്പസമയത്തേക്ക് നിന്റെ സ്നേഹമുള്ള മുഖം ഞങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ തേജസ്സിൽ വീണ്ടും കാണാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരും നേരം കാണുമെൻ പേരും നേരം കാണും നേരം നേരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലം പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. കർത്താവിൽ പ്രിയരെ, കർത്താവ് വരാൻ താമസിച്ചാൽ നാം എല്ലാവരും വഴിയായി കടന്നു പോകേണ്ടത്. മനുഷ്യന്റെ അവസ്ഥ ഇതാകുന്നു എങ്കിൽ ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും ജ്ഞാനിതന്റെ ജ്ഞാനത്തിലും ആരോഗ്യമുള്ളവൻ തന്റെ ആരോഗ്യത്തിലും സൗന്ദര്യമുള്ളവൻ തന്റെ സൗന്ദര്യത്തിലും പ്രശംസിക്കുന്നത് എന്തിന്? സഭാപ്രസംഗി പറയുന്നു, മായ മായ സകലവും മായ, സകലവും മായ എഴുതി അവസാനിപ്പിച്ച് എല്ലാത്തിനെയും സാരം കെട്ടുകൊള്ളുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയതല പിതാവിന്റെ തലമുറകളായി ഇവിടെ ആയിരിക്കുന്നതായ പോൾസിനെയും അതോടൊപ്പം തന്നെ സാഗരയിലായിരിക്കുന്ന ശുശ്രൂഷ സമ്മതിക്കാൻ കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന ദേശീയമാവയും കുടുംബത്തിൽ, അതോടൊപ്പം തന്നെ കുടുംബം കൊച്ചുമാരായിരിക്കുന്ന ഡാനി, ഇവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കുന്നു. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നോക്കി പ്രാർത്ഥിച്ചു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, പ്രിയ പിതാവിന്റെ കഴിഞ്ഞ 82 വർഷക്കാലത്തെ ജീവിതാവസാനം അങ്ങ് കൊടുത്തു. ഈ ലോക ജീവിതയാത്ര അവസാനിച്ച് സെമിട്രിയിൽ ഞങ്ങൾ വിതയ്ക്കുന്ന കർത്താവ് നൽകാകളനാഥത്തിൽ എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി
ഈ മണ്ണിൽ ഞങ്ങൾ ഇത് മറവ് ചെയ്യുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം പ്രിയ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും എല്ലാം ദൈവം നിറച്ച് ആശ്വസിപ്പിക്കണം. ഒരു ദുഷ്ടനും ഇതിന്റെ മേൽ അവകാശം പറയാതിരിക്കേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ, എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ മറവ് ചെയ്യും. തുറന്നു അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിനെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മന്റെ നിരന്തര സംസർഗവും കാവലിക്കൂട്ടായിരുന്നു. ദുഃഖത്തിലും വേർപാടിൻ്റെതായ ഓർമ്മകളിലും ആയിരിക്കുന്ന എല്ലാവരോടും, വിശേഷിച്ച ദൈവസഭയിലെ എല്ലാ കുടുംബങ്ങളും ക്രിസ്തുവിന്റെ നേരത്തിലെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുന്നതാണ്. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ഈ ശവമെടുപ്പിന്റെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ഓടിക്കളിച്ച ബ്രദർ പി തോമസ് ബ്രദറിന് ദൈവനാമത്തിന് എന്റെ വന്ദനം അറിയിക്കുകയാണ്. ഈ പ്രത്യേക ഒരു കാലഘട്ടമാണ്. എന്നാൽ വളരെ സ്നേഹത്തോടെ ദൈവമക്കൾ എന്ന നിലയ്ക്ക് വളരെ സ്നേഹത്തോടെ വന്ന് ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ സങ്കടത്തില് ഞങ്ങളുടെ ദുഃഖത്തില് ആശ്വാസമായി നിന്ന പാസ്റ്റർക്കും പിന്നെ നമ്മുടെ ജോയ് ബ്രദർക്കും ദൈവത്തിന്റെ സ്തോത്രം താവു ബ്രദറിനും ഇവരൊക്കെ വളരെ അവരെ ഉറക്കം വിട്ട് വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെ ധൈര്യപ്പെടുത്തി വലിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിനൊക്കെ നിത്യത്തിന് വളരെ പ്രതിഫലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ മടിവാള ചർച്ചിന്റെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജോസി കുടുംബമായിട്ട് ഇവിടെ വന്നിരിക്കുക സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ IPC അഭിനയ ചർച്ചിന്റെ ഇംഗ്ലീഷ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഡൊണാൾഡ് ബ്രദറും രണ്ടുപേർക്ക് ഡൊണാൾഡ് വേണ്ടി ഞങ്ങൾ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. സാബയോവനാന് ഈ ജോയി ഇവരൊക്കെ വന്ന് ഞങ്ങൾ സഹകരിച്ച വളരെ കൃപയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഈ സെമിട്രിയില് പണിയെടുക്കുന്ന ഇവർക്ക് വേണ്ടി നന്ദി പറയുന്നു. അവർ ആത്മാർത്ഥമായി വന്ന് ഈ കല്ലറയ്ക്ക് കെട്ടുവാനൊക്കെ ദൈവവർക്കും ബലവും ശക്തിയും ആരോഗ്യവും കൊടുത്തു. സകല മഹത്വം ഞാൻ കർത്താവിനെ അർപ്പിക്കുകയാണ്. കാലാവസ്ഥ ദൈവാനുകൂലമാക്കി തന്നു. ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കൊന്ന് വിരമിക്കും. എല്ലാവർക്കും പരിശുദ്ധ നിലയിൽ നന്ദി പറയുന്നു. കുടുംബത്തിൽ കടന്നു പറഞ്ഞ എല്ലാവരും, പ്രിയ കുഞ്ഞുങ്ങളോട് ഇവിടെ വന്നവരെല്ലാവരും വീട്ടിൽ വന്നു അല്പ നേരം അവരോട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ചുരുക്കം വരെ വന്നിട്ടുള്ളൂ. ഓൺലൈനിൽ ശ്രദ്ധിച്ചതായ പ്രിയപ്പെട്ട എല്ലാവരെയും, ശേഷിച്ച മക്കള് സാഗരയിലെ അമ്മാവയൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ദൂരനൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ തുറന്നുള്ള പ്രാർത്ഥനയിൽ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കും.